ബാഴ്സലോണ നഗരത്തിലെ ആ അപ്പാർട്ട്മെന്റിൽ കോളിംഗ് ബെൽ ശബ്ദിച്ചു. യോഹാൻ ക്രൈഫ്, നിങ്ങൾക്കൊരു ഡെലിവറി ഉണ്ട്. വാതിലിനപ്പുറത്ത് നിന്നൊരാൾ വിളിച്ചു പറഞ്ഞു. ക്രൈഫ് ഒരു നിമിഷം ആലോചിച്ചു. അതിന് താനൊന്നും ഓർഡർ ചെയ്തില്ലല്ലോ. തന്നെ തേടി ഇടയ്ക്കിടെ വീട്ടിലെത്താറുള്ള ആരാധകരിൽ ആരെങ്കിലും ആകും അത് എന്ന് കരുതി അയാൾ വാതിൽ തുറന്നു. പെട്ടെന്ന് അയാൾക്ക് നേരെ ഒരു തോക്ക് നീണ്ടു വന്നു. സ്വാഗതം ഫോൾസ് 9ലേക്ക്. യോഹാൻ ക്രൈഫ് മൈതാനങ്ങളിൽ ബൂട്ടണിഞ്ഞ പൈതഗോറസാണ് അയാൾ. യൂറോപ്പിലെ പ്രമുഖ കളിയെഴുത്തുകാരിൽ ഒരാളായ ഡേവിഡ് മില്ലർ ഒരിക്കൽ ക്രൈഫിനെ വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ്: ഫുട്ബോളിന്റെ ചരിത്രം കണ്ട എക്കാലത്തെയും മികച്ച ഇതിഹാസങ്ങളുടെ കൂട്ടത്തിലാണ് യോഹാൻ ക്രൈഫ് ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടത്. മൈതാനങ്ങളിൽ ടോട്ടൽ ഫുട്ബോൾ എന്ന വിപ്ലവത്തെ ഫുട്ബോൾ ലോകം ആദ്യം കണ്ടത് അയാളുടെ ബൂട്ടുകളിലൂടെയാണ്. ഫുട്ബോൾ ചരിത്രത്തിൽ പകരക്കാരില്ലാത്ത ഇതിഹാസമായിരുന്നെങ്കിലും തൻ്റെ ജന്മനാടിനു വേണ്ടി ലോകകപ്പിൽ ഒരു തവണ മാത്രമേ ക്രൈഫിന് ബൂട്ടണിയാൻ കഴിഞ്ഞിട്ടുള്ളൂ. 1974 ലോകകപ്പിന്റെ കലാശപ്പോരിലേക്ക് ക്രൈഫിന്റെ തോളിലേറി ഡച്ച് പട നടത്തിയ ഐതിഹാസികമായ പടയോട്ടവും ഒടുക്കം കലാശപ്പോരിൽ ആതിഥേയരായ ജർമ്മനിയോട് തോറ്റ് കണ്ണീരണിഞ്ഞ മടക്കവുമൊക്കെ ആരാധകർക്ക് എക്കാലവും അവിസ്മരണീയമായ ഓർമ്മയാണ്. മത്സരത്തിന്റെ 90-ാം സെക്കൻഡിൽ ജർമ്മൻ കളിക്കാർ പന്ത് തൊടും മുമ്പേ വലകുലുക്കി മ്യൂണിച്ചിലെ ഒളിമ്പിക് സ്റ്റേഡിയത്തെ നിശബ്ദമാക്കിയ ഡച്ച് പടയോട്ടത്തെ വൻമതിൽ പണിതാണ് ജർമ്മനി പിന്നീട് തടഞ്ഞു നിർത്തിയത്. കലാശപ്പോരിൽ ജർമ്മനിയോട് 1-2 ഗോളുകൾക്കായിരുന്നു ഹോളണ്ടിന്റെ പരാജയം. വിശ്വകിരീടത്തിൽ മുത്തമിടാനായില്ലെങ്കിലും ജർമ്മനി ലോകകപ്പ് എക്കാലവും യോഹാൻ ക്രൈഫ് എന്ന ഇതിഹാസത്തിന്റെ പേരിലാണ് ഫുട്ബോൾ ലോകത്ത് ഓർമ്മിക്കപ്പെട്ടത്. 1978 ലോകകപ്പിനുള്ള ഒരുക്കങ്ങളിലായിരുന്നു ഹോളണ്ട്. കഴിഞ്ഞ തവണ കപ്പിനും ചുണ്ടിനുമിടയിൽ വെച്ച് നഷ്ടപ്പെട്ട കിരീടം ഇക്കുറി നാട്ടിലെത്തിച്ചേ മതിയാകൂ. ഇത്തവണയും ടൂർണമെന്റിലെ ഹോട്ട് ഫേവറേറ്റുകളായിരുന്നു ഡച്ച് പട. ലോകകപ്പിന് തൊട്ടു മുമ്പ് ഇംഗ്ലണ്ടിനെയും ബെൽജിയത്തെയും ഒക്കെ തകർത്തെറിഞ്ഞ് അവർ നടത്തിയ പടയോട്ടങ്ങൾ ഫുട്ബോൾ ലോകത്ത് ടോട്ടൽ ഫുട്ബോൾ എന്ന കളിശൈലിയെ വലിയൊരു പേടി സ്വപ്നമാക്കി മാറ്റി. ഒപ്പം യോഹാൻ ക്രൈഫ് ബാഴ്സലോണയിൽ ഉജ്ജ്വല ഫോമിലുമായിരുന്നു. എന്നാൽ അർജന്റീൻ ലോകകപ്പ് അരങ്ങേറാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ആരാധകരെ മുഴുവൻ ഞെട്ടിച്ച് യോഹാൻ ക്രൈഫിന്റെ അപ്രതീക്ഷിത പ്രഖ്യാപനമെത്തി. താൻ ലോകകപ്പിൽ ഡച്ച് പടക്കൊപ്പം ഉണ്ടാകില്ല. കരിയറിൽ ഏറ്റവും മികച്ച ഫോമിൽ പന്ത് തട്ടിക്കൊണ്ടിരുന്ന കാലത്ത് പരിക്കുകളൊന്നും പിടികൂടാഞ്ഞിട്ടും ക്രൈഫ് ലോകകപ്പിൽ കളിക്കുന്നില്ലെന്ന് തീരുമാനമെടുത്തത് ആരാധകരെ ഏറെ നിരാശയിലാക്കി. കാരണങ്ങളൊന്നും പറയാതെയാണ് ക്രൈഫ് അന്ന് ടീമിൽ നിന്ന് വിട്ടുനിന്നത്. ക്രൈഫ് ഇല്ലാതിരുന്നിട്ടും അർജന്റീൻ ലോകകപ്പിൽ ഡച്ച് പട അവിസ്മരണീയമായ കുതിപ്പാണ് നടത്തിയത്. ഫുട്ബോൾ ലോകത്തെ പല വൻമരങ്ങളെയും കടപുടക്കിയ ഹോളണ്ട് തുടർച്ചയായി 2ാം തവണയും ഫൈനലിലേക്ക് മാർച്ച് ചെയ്തു. എന്നാൽ കലാശപ്പോരിൽ അർജന്റീനയ്ക്ക് മുന്നിൽ ഡച്ച് പടക്ക് കാലിടറി. ഒരുപക്ഷെ താൻ ടീമിലുണ്ടായിരുന്നെങ്കിൽ ആ മത്സരത്തിന്റെ വിധി മറ്റൊന്നായി മാറിയേനെ എന്ന് ഒരിക്കൽ യോഹാൻ ക്രൈഫ് ആത്മകഥം ചെയ്തു. ലോകകപ്പ് കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം താൻ ടൂർണമെന്റിൽ നിന്ന് വിട്ടുനിന്നതിന്റെ കാരണം ക്രൈഫ് വെളിപ്പെടുത്തി. ഏറെ ഞെട്ടലോടെയാണ് ഫുട്ബോൾ ലോകം ആ വെളിപ്പെടുത്തൽ കേട്ടിരുന്നത്. അതൊരു സെപ്റ്റംബർ 17 ആയിരുന്നു. ബാഴ്സലോണയിലെ തന്റെ അപ്പാർട്ട്മെന്റിൽ ഇരുന്ന് ടിവിയിൽ ഒരു ബാസ്കറ്റ്ബോൾ മത്സരം കാണുകയായിരുന്നു യോഹാൻ ക്രൈഫ്. പെട്ടെന്ന് അപ്പാർട്ട്മെന്റിലെ കോളിംഗ് ബെൽ ശബ്ദിച്ചു. യോഹാൻ ക്രൈഫ്, നിങ്ങൾക്കൊരു ഡെലിവറി ഉണ്ട്. വാതിലിനപ്പുറത്ത് നിന്നയാൾ വിളിച്ചു പറഞ്ഞു. ക്രൈഫ് ഒരു നിമിഷം ആലോചിച്ചു. അതിന് താനൊന്നും ഓർഡർ ചെയ്തില്ലല്ലോ. തന്റെ ആരാധകർ ആരെങ്കിലും ആകും അത് എന്ന് കരുതി അയാൾ വാതിൽ തുറന്നു. പെട്ടെന്ന് ക്രൈഫിന് നേരെ ഒരു തോക്ക് ഉയർന്നു വന്നു. ക്രൈഫ് ഞെട്ടിത്തരിച്ചു. തോക്ക് പിടിച്ചയാൾ ക്രൈഫിനോട് തറയിൽ കമിഴ്ന്നു കിടക്കാൻ ആവശ്യപ്പെട്ടു. അക്രമി ഒറ്റക്കായിരുന്നില്ല. അയാൾക്കൊപ്പം മറ്റ്6 പേർ കൂടി ഉണ്ടായിരുന്നു. പെട്ടെന്ന് വീട്ടിലെ ഒരു മുറിയിൽ കളിച്ചുകൊണ്ടിരുന്ന ക്രൈഫിന്റെ കുട്ടികളുടെ ശബ്ദം അക്രമികളുടെ ചെവിയിലെത്തി. ക്രൈഫ് അക്രമികളോട് അവരെ ഒന്നും ചെയ്യരുതെന്ന് കേണപേക്ഷിച്ചു. വീട്ടിലുള്ള പണമോ മറ്റുപകരണങ്ങളോ എന്ത് വേണമെങ്കിലും എടുത്തോളൂ എന്നയാൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. എന്നാൽ അക്രമികൾ അതിനൊന്നും ചെവി കൊടുത്തില്ല. അവർ കുട്ടികളെ പുറത്തേക്ക് കൊണ്ടുവന്നു. അക്രമികൾ ക്രൈഫിനെ ഒരു കസേരയിൽ ബലമായി കെട്ടിയിട്ടു. എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ക്രൈഫിന്റെ ഭാര്യ ഡാനി കോസ്റ്റർ പേടിച്ചു വിറച്ച് ആ മുറിയിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു. അതിനിടെ തോക്കേന്തിയ അക്രമി എന്തോ കാര്യത്തിനായി തോക്ക് താഴെ വെച്ചു. ഈ അവസരം മുതലാക്കിയ ഡാനി കോസ്റ്റർ ആ തോക്കുമെടുത്ത് നിലവിളിച്ചുകൊണ്ട് പുറത്തേക്കോടി. പെട്ടെന്ന് തന്നെ കെട്ടിടത്തിലെ എല്ലാ അപ്പാർട്ട്മെന്റുകളുടെയും വാതിലുകൾ തുറക്കപ്പെട്ടു. ആളുകൾ അലറി വിളിച്ചു. അക്രമികൾ പുറത്തേക്കോടി. പലരും അവരുടെ പിറകെ പാഞ്ഞു. അധികം വൈകാതെ തന്നെ യോഹാൻ ക്രൈഫിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് പോലീസ് സംഘമെത്തി. ഫ്ളാറ്റിന് പുറത്തു നിന്ന് കിടക്കയും മറ്റ് സജ്ജീകരണങ്ങളും ഒരുക്കിയ ഒരു വാൻ പോലീസ് കണ്ടെടുത്തു. അതൊരു തട്ടിക്കൊണ്ടുപോകൽ ശ്രമമായിരുന്നു എന്ന് ക്രൈഫും കുടുംബവും തിരിച്ചറിയുന്നത് അപ്പോഴാണ്. ഇതയാളെ മാനസികമായി ഏറെ തളർത്തി. അടുത്ത 6 മാസങ്ങൾ ക്രൈഫിനെ സംബന്ധിച്ച് ഏറെ ഭീതിജനകമായിരുന്നു.
ക്രൈഫും കുടുംബവും പോലീസ് സംരക്ഷണത്തിലായി. കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവിടാൻ പോകുമ്പോഴും കളിക്കാനായി മൈതാനത്തേക്ക് പോകുമ്പോഴുമൊക്കെ ഒരു പോലീസ് വാഹനം അയാളെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. ചുറ്റും സുരക്ഷാ വലയമുള്ള ആ അന്തരീക്ഷം അയാൾക്കും കുടുംബത്തിനും അസഹ്യമായി അനുഭവപ്പെട്ടു തുടങ്ങി. ഇതുപോലെ ഒരു അവസ്ഥയിൽ ലോകകപ്പിന് വേണ്ടി കുടുംബത്തെ തനിച്ചാക്കി 8 ആഴ്ചയോളം മാറി നിൽക്കാൻ അയാൾക്ക് ഏറെ പ്രയാസകരമായിരുന്നു. ക്രൈഫിനെ ടീമിലെത്തിക്കാൻ ഒരു ക്യാമ്പയിൻ തന്നെ അക്കാലത്ത് നെതർലൻഡ്സിൽ നടന്നു. നൂറുകണക്കിന് ആരാധകർ ക്രൈഫിന് കത്തയച്ചു. ആ കത്തുകളിലൊക്കെ അവരുടെ നിരാശയും വേദനയും ക്രൈഫ് കണ്ടു. എന്നാൽ അയാൾ തൻ്റെ തീരുമാനം മാറ്റാൻ ഒരുക്കമായിരുന്നില്ല. പിന്നീടും വർഷങ്ങളോളം ആ തട്ടിക്കൊണ്ടുപോകൽ ശ്രമം അയാളെയും കുടുംബത്തെയും വേട്ടയാടിക്കൊണ്ടേയിരുന്നു. ലോകകപ്പ് ഫൈനൽ അരങ്ങേറുമ്പോൾ BBC ക്രൈഫിനെ ഒരു ചാനൽ ചർച്ചയ്ക്ക് വിളിച്ചു. ആ മത്സരത്തിൽ 1-3 ഗോളുകൾക്ക് ഹോളണ്ട് പരാജയപ്പെടുമ്പോൾ താൻ ആ ടീമിനൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ക്രൈഫിൻ്റെ മനസ്സ് പറഞ്ഞു. പക്ഷേ തൻ്റെ മക്കളുടെ മുഖമൂർത്തപ്പോൾ ആ ചിന്തകളൊക്കെ അയാളെ വിട്ടകന്നു.